പ്രൈസ് ദ ലോർഡ്. റഹബൂത്ത് പ്രയർ ഫെലോഷിപ്പിലുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് ഷെയർ ചെയ്യുവാൻ ദൈവം എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒന്നും നീങ്ങിപ്പോകുകയില്ല. അതിനാധാരമായി വചനത്തിൽ നിന്ന് ഞാൻ എടുത്തൊരു വ്യക്തി എസ്തേറിന്റെ ഉപവാസം. നമുക്കറിയാം, വലിയ കുലമഹിമയോ യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല എസ്തേർ ആ ഒരു പദവിയിൽ എത്തിച്ചേർന്നത്. ഒരു അനാഥയായി വളർന്ന അവൾ, മൊർദെഖായി തന്റെ മകളായി അവളെ വളർത്തി. പിന്നീട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് അവൾക്ക് അങ്ങനെ ഒരു സ്ഥാനവും പദവിയൊക്കെ ലഭിക്കുവാനിടയായി തീർന്നു. എങ്കിലും ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അറിയുന്നത് പോലെ തന്നെ മൊർദെഖായിക്ക് പറ്റിയ അവസ്ഥകൾ, ഹാമാൻ അവന്റെ സ്ഥാനവും മാനവും പദവിക്ക് ഒത്തവണ്ണം മൊർദെഖായി അവനെ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ അവന് കീഴ്പ്പെടുന്നില്ല, അവനെ നമസ്കരിക്കുന്നില്ല എന്നുള്ളത് മറ്റു ചില വ്യക്തികളിൽ നിന്ന് അറിഞ്ഞ് മൊർദെഖായിക്ക് മാത്രമല്ല അവന്റെ ഒരു കുലത്തിനു പോലും ഒരു ദോഷം വരുത്തുവാൻ വേണ്ടി തീരുമാനമെടുത്ത് രാജാവിനോട് സംസാരിച്ചൊരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയാണ്. എസ്തേറിന്റെ 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ഈ സംഭവിച്ചതൊക്കെയും കേട്ടപ്പോൾ. അങ്ങനെയാണ് അധ്യായം ആരംഭിക്കുന്നത്. മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരി പട്ടണത്തിൽ കൂടെ വിലപിച്ച് നടക്കുവാനിടയായി തീർന്നു. അനേകര് കാണുവാൻ, അവന്റെ അവസ്ഥ അനേകര് കണ്ട് അതറിഞ്ഞ് എസ്തേറിനെ അത് അറിയിക്കുവാനിടയായി തീർന്നു. എസ്തേർ പെട്ടെന്ന് ഇവന് സംഭവിച്ചത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ആളയച്ചു. അവന്റെ വസ്ത്രമൊക്കെ മാറ്റാൻ വേണ്ടിയൊക്കെ കൊടുത്തു വിട്ടു. എങ്കില് അതിൻ്റെ അകത്തൊന്നും ഹാപ്പി ആയില്ല മൊർദെഖായി. പിന്നീട് വീണ്ടും അവൾ ആളയച്ചു, വിഷയങ്ങളൊക്കെ അറിയുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അന്നേരം ഹാമാൻ രാജകൽപ്പന പ്രകാരം അടിച്ചിറക്കിയ ഒരു കത്തിന്റെ കോപ്പിയും വിവരങ്ങളും എല്ലാം എസ്തേറിനെ അറിയിച്ചു. അതിനോടൊപ്പം ഇപ്രകാരം ഒരു കാര്യവും പറയുവാനിടയായി തീർന്നു. ഇന്ന് നീ നിന്റെ ജനത്തെ വേണ്ടി നിന്നില്ല എങ്കിൽ യഹൂദന്മാർക്ക് മറ്റ് സ്ഥലത്തുനിന്ന് ഉദ്ധാരണങ്ങൾ ലഭിക്കും. എങ്കിൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ദൈവമക്കളെ, എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, ഒരേ വിഷയങ്ങളെ രണ്ട് രീതിയിൽ ഹാൻഡിൽ ചെയ്ത വ്യക്തികൾ. മൊർദെഖായി ഇത് അറിഞ്ഞപ്പോൾ അനേകരറിയുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു മൊർദെഖായിക്ക്. അത് നിമിത്തമാണല്ലോ എസ്തേർ അത് അറിഞ്ഞത്. എങ്കിൽ എസ്തേർ ഈ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ മൊർദെഖായി അറിയിച്ചു, ഒരു കാര്യം ചെയ്യ്, നീ യഹൂദ കുലത്തിലെ ഉള്ള എല്ലാ വ്യക്തികളോടും പറയുക, 3 ദിവസം കുടിക്കാതെയും ഭക്ഷിക്കാതെയും 3 ദിവസം ഉപവാസം ഇരിക്കുക എനിക്ക് വേണ്ടി. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും ഈ വിഷയത്തിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അവൾ എടുത്ത തീരുമാനം, മൊർദെഖായി ഒരു വയലന്റായിട്ട് അതിനെ എടുത്തെങ്കിൽ എസ്തേർ ദൈവത്തിന്റെ സന്നിധിയിൽ വിവേകത്തോടും ദൈവിക പരിജ്ഞാനത്തോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും അക്കാര്യത്തെ ഹാൻഡിൽ ചെയ്യുവാൻ തീരുമാനിക്കുവാനിടയായി തീർന്നു. അങ്ങനെ നമുക്കറിയാം, ആ സമയത്ത് രാജാവിന്റെ സന്നിധിയിൽ കടന്നു പോവാൻ ഒരു പെർമിഷനും ഇല്ലാത്ത ഒരു സമയമായിരുന്നു അന്നേരം. എങ്കിലും എസ്തേർ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവളിങ്ങനെ ഒരു തീരുമാനമെടുത്തു, നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജാവിന്റെ സന്നിധിയിൽ പോകും. അങ്ങനെ അവൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നിയമപ്രകാരമല്ല എങ്കിലും രാജാവിന്റെ സന്നിധിയിൽ കടന്നു ചെന്നപ്പോൾ രാജാവ് അവളെ കണ്ട് അവൾക്ക് വേണ്ടി ചെങ്കോൽ നീട്ടി. പിന്നീട് നമ്മൾക്ക് ആ അധ്യായങ്ങളിലെല്ലാം നമ്മൾക്ക് വളരെ നന്നായി അറിയുന്ന കാര്യങ്ങളാണ്. രാജാവ് അവളോട് ഓരോ വിഷയങ്ങൾ ചോദിച്ചു, ഇവള് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളുടെ ഒരു ഉപവാസവും പ്രാർത്ഥനയും നിമിത്തം ഒരു വലിയ ജനത്തെയും ഒരു കുലത്തെയും അവള് നേടിയെടുക്കുവാനിടയായി തീർന്നു. ബുദ്ധിയോടും വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ. ഇതൊക്കെ ചുരുക്കിയ ദൈവമക്കളെ ഞാൻ പറയുന്നത്, ഇന്ന് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ആത്മീയ ജീവിതത്തില്, നമ്മുടെ ഭൗതിക ജീവിതത്തില്, ജോലിയില്, ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മേഖലകളില്, നമ്മുടെ കുഞ്ഞുങ്ങളില്, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലവിധമായ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എങ്കില് വിഷയങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ എസ്തേർ ചെയ്തതുപോലെ ഒന്ന് കൊണ്ടുവരുവാൻ തയ്യാറാണോ നമ്മൾ? നമ്മുടെ ദൈവം, ഒരു വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയ ദൈവം, ഈ ലോകത്തിലുള്ളതെല്ലാം നമ്മുടെ കർത്താവിന്റെ
അണ്ടറിലാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഒന്ന് ഉപവാസത്താലും പ്രാർത്ഥനയാലും ഏത് പ്രതികൂലങ്ങളെയും നമ്മൾക്ക് തരണം ചെയ്യുവാൻ കഴിയും. ഒരു വ്യക്തികളോട് നമ്മളത് പറയുവാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മുഖസ്തുതിക്ക് എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക് പറയുമായിരിക്കും. എങ്കിൽ അതുകൊണ്ടൊന്നും നമുക്കൊരു സമാധാനവും കണ്ടെത്തുവാൻ കഴിയത്തില്ല. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും പറഞ്ഞ് പല അപവാദങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരുമായിരിക്കും. എന്തെല്ലാം വന്നെങ്കിലും, എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മുടെ നല്ല സ്നേഹിതനായ യേശു, അകലാത്ത സ്നേഹിതൻ, ഉത്തമ കൂട്ടാളി, ഏത് സമയത്തും നമ്മളോട് കൂടെയുള്ള കർത്താവ്, എപ്പം വിളിച്ചെങ്കിലും അപ്പ പിതാവേ എന്ന് വിളിച്ച നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന, മകനെ മകളെ എന്ന് വിളിച്ച് നമ്മളെ ഒന്ന് തലോടുവാൻ തയ്യാറായിരിക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ യേശു കർത്താവ്, നമ്മളൊന്ന് അപ്പന്റെ പാദപീഠത്തിൽ ചെല്ലുവാനും ഒന്ന് ഉപവസിക്കുവാനും ഒന്ന് പ്രാർത്ഥിക്കുവാനും ഒക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏതെല്ലാം പ്രതികൂലങ്ങൾ വരുമ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മഹാശക്തിയോടും ബലത്തോടും കൃപയോടും അതിനെ നമ്മൾക്ക് ജയിക്കാമെന്നുള്ള ആ എസ്തേറിനെ പോലെ തന്നെ അത്രയും വലിയൊരു പ്രശ്നങ്ങളെ അവൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും അത് നേടിയെടുത്തതുപോലെ നമ്മുടെ ഭവനത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരോട് പറയാതെ നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ മുറിയിലെ പ്രാർത്ഥനയുടെ പായിലൊന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറായോ? എസ്തേറിന്റെ ദൈവം നമുക്ക് വേണ്ടി ചെങ്കോൽ നീട്ടും. നമുക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യമാക്കി നമുക്ക് മറുപടി തരും. എസ്തേർ ഉപവസിച്ചപ്പോൾ എപ്പോഴോ രാജാവിനെ തകർത്ത് കളയുവാൻ തീരുമാനിച്ച വ്യക്തിജീവിതങ്ങളുടെ ഗൂഢാലോചനകളെ ഒരു കാലത്ത് മൊർദെഖായി എസ്തേറിനെ അറിയിച്ച് എസ്തേർ മുഖാന്തരം രാജാവ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഉപവാസത്തിന്റെ സമയത്ത് രാജാവിന്റെ ഉറക്കം കെടുത്തി ആ പുസ്തകം എടുത്ത് വായിക്കാൻ ദൈവം സഹായിച്ചു. ഇതുപോലെ നമ്മൾ ഉപവസിക്കുമ്പോൾ എവിടേക്കോ ബ്ലോക്കായി കടന്നതൊക്കെയും നമുക്ക് വേണ്ടി അന്ധകാര മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളെ, അന്യായ ബന്ധനങ്ങളെയും സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തകർത്ത് നമുക്ക് വേണ്ടി മറുപടി അയക്കുന്ന ദൈവം, ദുഷ്ടാത്മ സൈനികരുടെ എല്ലാ പോരുകളെയും പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന എല്ലാ ദുഷ്ടാത്മ സൈനികരുടെ പോരുകളെയും ദൈവം ഇടിച്ചു കളഞ്ഞ് നമുക്ക് വേണ്ടി മറുപടി ഇറക്കി തരും. എസ്തേർ മൊർദെഖായി ചെയ്തതുപോലെയല്ല, എസ്തേർ ചെയ്തതുപോലെ ആ രീതിയിൽ ഈ ദിവസങ്ങളിൽ വിഷയങ്ങളെ കാണുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് അതിനുവേണ്ടിയുള്ള വിവേകവും പരിജ്ഞാനവും ദൈവം നമ്മുടെ മേൽ പകരട്ടെ. ഒരു മിനിറ്റ് ഞാൻ ദൈവമേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ്, പരിശുദ്ധനായ ദൈവമേ, കർത്താവെ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനങ്ങള് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അടിയൻ വിശ്വസിക്കുന്ന കർത്താവെ, സ്വർഗം സന്തോഷിക്കുന്നുവെന്ന്. ഞങ്ങളുടെ ഏതെല്ലാം പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അപ്പന്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന് മുട്ടുമടക്കി ഉപവസിച്ചും പ്രാർത്ഥിച്ചും കർത്താവെ, ഞങ്ങൾ അതിൽ ജയം കൊണ്ടാടി ജയിച്ച് കർത്താവെ, സകല വാഴ്ചകളെ അധികാരങ്ങളെ ആയുധം വെൽപ്പിച്ച് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടിയ എന്റെ പപ്പയുടെ പാദപീഠത്തിൽ ഞങ്ങൾ വിഷയങ്ങളെ സമർപ്പിച്ച് മറുപടികളെ കണ്ടെത്തി ഓരോ ദിവസങ്ങളിൽ മരുഭൂമി യാത്രയിൽ അങ്ങേ മാത്രം പിന്തുടർന്നുകൊണ്ട് ജീവിച്ച് നിത്യതയുടെ തുറമുഖത്തിൽ എത്തും വരെയും അവിടുത്തെ ചിറങ്കിളിൽ നീ ഞങ്ങളെ മറക്കണമേ കർത്താവേ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മറുപടി അയച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.